morning. Hello. Good morning. പിള്ളേരൊന്നുമില്ലേ? നിങ്ങൾ അവിടെ മിണ്ടാതിരുത്തിരിക്കുകയാണോ? Good morning, Miss. Yes. Good morning. Good morning, Miss. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. ഏത് മൊഡ്യൂളാ കിടക്കണേ ഇവിടെ? തന്നെയാണോ? Yes. അതെ ഫസ്റ്റ് ചാപ്റ്റർ. അതെ, മൊഡ്യൂള് നോക്കി എടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ. Transfer of patients. Yes. മാം ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട് മാം. പറഞ്ഞു. മാം ഗൈഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താണ്? ഇതിന്റെ ഗൈഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഗൈഡില് ഓരോ മൊഡ്യൂള് ചാപ്റ്റർ വൈസ് ആയിട്ടാണോ ക്വസ്റ്റ്യൻസ്, അതോ എല്ലാം കൂടെ ഒന്നിച്ചാണോ? ചാപ്റ്റർ വൈസ് ആണ്. ഓക്കെ. ചാപ്റ്റർ വൈസ് ആണ് ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. നിങ്ങൾക്ക് യെസ് റെഡിയായോ എല്ലാവരും? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചൊക്കെ നോക്കിയോ? ഓക്കെ. എളുപ്പമായിരുന്നില്ലേ? വായിച്ചു നോക്കിയിട്ട് ഒരു 1.5 പേജ് എടുത്തിട്ടുള്ളൂ ഇന്നലെ. അത് ഇച്ചിരി എടുത്തുള്ളൂ. ബിക്കോസ് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയതും പിന്നെ ചില ആളുകൾക്ക് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതൊക്കെ ഇത്ര ഒരു ഡിമാൻഡബിൾ ആയിട്ടുള്ള ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സുകളൊക്കെ ആയിട്ട് മാറിയതേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് നമ്മള് സ്മാർട്ട് സിവിൽ എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഈ മാനേജ്മെന്റ് മേഖലകളൊക്കെ ഇപ്പൊ കുറച്ച് കൂടുതൽ നല്ല രീതിയിൽ ആക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അറിയും? അതായത് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ബിസിനസ് ഓറിയന്റഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? എങ്ങോട്ട് തിരിഞ്ഞാലും ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇന്നതുണ്ട്, ഇത് ഇത്ര രൂപ ഞാൻ വാങ്ങിച്ചേ, ഇത്ര രൂപ എനിക്ക് കിട്ടണം, കണ്ട അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലെ? മാത്രമല്ല എന്റെ ബിസിനസിനെ കുറിച്ച് മറ്റുള്ളവർ ലോകം മുഴുവനും അറിയണം, സ്പ്രെഡ് ആകണം എന്നുള്ള ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബിസിനസ് ഇത്രയും അങ്ങോട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന, ബിസിനസിന്റെ പല ആക്ടിവിറ്റീസ് ഒക്കെ ഇത്രയും ഇൻക്രീസ്ഡ് ആകുന്ന ഒരു ഇക്കോണമി, എല്ലാ ഇക്കോണമിയിലും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഇക്കോണമിയിലും അങ്ങനെ തന്നെ ഒരുപാട് ബിസിനസ് സംരംഭങ്ങളെ നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ബിസിനസ്സുകൾ വന്നതുകൊണ്ട് തന്നെ ബിസിനസ് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് വേണം എന്നുള്ളത് അത്യാവശ്യമായിട്ട് വന്നു. കാരണം അവരെ നോക്കാൻ, അവരുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ ആരുടെ? എംപ്ലോയീസിന്റെ. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ പോലെയുള്ള ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് there. അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം ജോലിക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. നഴ്സസ് ആയിക്കോട്ടെ, മറ്റ് ഫാർമസിയില്, ലാബില് നിൽക്കുന്നവര്, പിന്നെ എന്താ പറയാ, ഈ ലോണ്ടറി ആൻഡ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവര്, ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഓരോ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നവര്, ഓരോ ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഈ എംപ്ലോയീസിനെയൊക്കെ പുതിയ റിക്രൂട്ട്മെന്റുകൾ നടത്തുക, അവർക്ക് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക, അവരുടെ സാലറി പാക്കേജ്, വേജസ് പാക്കേജ് ഡിസൈൻ ചെയ്യുക, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെ? അവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കുക, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുക, എന്തുമാത്രം കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ആ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളായിട്ട് ഒന്ന് നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും സ്കെഡ്യൂൾ ചെയ്യാനും നല്ല സ്മൂത്ത് ആയിട്ട് ഓർഗനൈസേഷന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് മിക്ക ബിസിനസ് ഓർഗനൈസേഷനിലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ന്യൂലി
എന്താ പറയാ റിഫൈൻഡ് കോൺസെപ്റ്റാണ്. നേരത്തെ അതിനെ പേഴ്സണൽ മാനേജ്മെന്റ് എന്നാ പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ തൊഴിലാളികളെ മാനേജ് ചെയ്യുക. തൊഴിലാളികൾ മീൻസ് ദോസ് ഹു ഓപ്പറേറ്റിംഗ് മെഷീൻസ്, മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിക്കാര്, അവരെ മാനേജ് ചെയ്താൽ മതി. കാരണം അവരാണ് കൂടുതലും മെഷീൻസും ഒക്കെ ഹാൻഡിൽ ചെയ്ത് ജോലി ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ്സിലൊക്കെ നേരിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്നവരാണ് പേഴ്സണൽസ്, എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് എന്ന് വിളിക്കും. അവര് ശരിയായ രീതിയിൽ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഉഴപ്പാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് മാനേജ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് വേറെ എല്ലാ തലത്തിലും എംപ്ലോയീസിന്റെ തന്നെ പല ലെവലുകളും ഉണ്ടെങ്കിലും ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഇത്തരം എന്താ പറയാ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇങ്ങനൊരു പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് എന്ത് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. അവരെ നല്ലൊരു എന്താ പറയാ നല്ല പ്രൊഫഷണൽസ് ആയിട്ട് ഈ 6 മാസത്തെയോ ഒക്കെ കോഴ്സുകൾ, അതിന്റെ ഡിപ്ലോമ അല്ലെങ്കിൽ PG ഒക്കെ എടുത്തിട്ട് ആ കോഴ്സുകളൊക്കെ പഠിപ്പിച്ച് നല്ല പ്രൊഫഷണൽസിനെ എന്ത് ചെയ്തു ഉണ്ടാക്കിയെടുക്കുന്നു, ഫോം ചെയ്തെടുത്തിട്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പൊ അത് HR ഡിപ്പാർട്ട്മെന്റായി മാറി. എവിടെ നിന്ന്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന്. അത് പറയുന്നതായിരുന്നു. പക്ഷെ it is necessary to manage each and every employees in an organization. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കി അവര് ഈ വർക്കേഴ്സിനെ മാത്രം മാനേജ് ചെയ്താൽ പോരാ, എല്ലാ എംപ്ലോയീസിനെയും മാനേജ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ ഒരു കമ്പാരിസൺ പറഞ്ഞു. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ആ ഒരു ബോക്സിൽ നമ്മൾ കണ്ടത്. അവിടെ വരെ ഇട്ടേ അല്ലേ? പറഞ്ഞോട്ടെ. അടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? It is the management which carries out the effective control and use of manpower as distinguished from other sources of power. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞു 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ബിസിനസ്സിൽ ഉള്ള 4 ഫാക്ടറുകളാണ്. ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീൻ ആൻഡ് മെൻ എന്ന് പറയുന്നത് അല്ലെ. ഈ ഏത് തരത്തിലുള്ള പവർ ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവറിനെ മാനേജ് ചെയ്യുക, അതാണ്. മറ്റേത് പവറിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പാണ് ഏത്? ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ. ആ ഒരു മാൻ പവർ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് എന്നാണ് ആര് പറയുന്നത്? അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ആ കൊടുത്തിരിക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് എന്താണ്? ഓക്കെ, അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്താണ്? മാനേജ്മെന്റ് വിച്ച് ക്യാരീസ് ഔട്ട് ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻപവർ. മനുഷ്യ വിഭവത്തെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അവരെ എങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാം എന്ന് ഉള്ള കാര്യങ്ങളാണ് എന്തിൽ ഉപയോഗിക്കുക? പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ഒരു ഡെഫിനിഷൻ. ഇറ്റ്സ് എ കോമൺ ഡെഫിനിഷൻ. കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. ആരും പർട്ടിക്കുലർലി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡെഫിനേഷൻ അല്ല. ഒന്നാമത്തെ ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ, definitions have to be read like that itself. അതിന് നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. ഡെഫിനിഷൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഓക്കെ, ഇതൊരു കോമൺ ഡെഫിനിഷൻ ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക കേട്ടാ. യെസ്, അടുത്തത് ഡെഫിനിഷൻ വിച്ച് ഈസ് ഗിവൺ ബൈ എഡ്വിൻ ഫ്ലിപ്പോ ആണ്. നിങ്ങളുടെ എങ്ങനെയാണ് നോട്ടിൽ കിടക്കണേന്ന് എനിക്കറിയില്ല. ഞാനത് തിരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണോ കിടക്കുന്നത്? എഡ്വേർഡ് ഫ്ലിപ്പു എന്നാണോ കിടക്കുന്നത്? പേരിലൊന്ന് ചേഞ്ച് വരുത്തണം. എഡ്വിൻ ഫ്ലിപ്പോ എന്നാണോ? ഒന്ന് നോക്കിയിട്ട് പേര് പറയുമോ? എഡ്വിൻ ഫ്ലിപ്പോ, വെരി ഗുഡ്. അത് നമ്മൾ തിരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഈ ഒരു തെറ്റ് അവിടെ കണ്ടപ്പോ എന്റെ ഇവിടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നതിൽ ആ തെറ്റ് തിരുത്തിയിട്ടില്ല. സോ നിങ്ങളുടെ ബുക്കിൽ തിരുത്താനായിട്ട് ഇവിടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ തിരുത്തിയ ബുക്ക്, ദാറ്റ് മീൻസ് കറക്റ്റ് കോപ്പിയാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കിടക്കുന്ന നോക്കണ്ട കേട്ടോ. ഇവിടെ ടീച്ചറുടെ എഡ്വേർഡ് ഫ്ലിപ്പോ എന്നാണ് കിടക്കുന്നത്. ഞങ്ങളുടെ എഡ്വിൻ ഫ്ലിപ്പോ എന്നാണ്. നിങ്ങളുടെയാണ് കറക്റ്റ്. നമ്മളുടെ തന്നെ തിരുത്താനായിട്ട് കൊടുത്ത് തിരുത്തിയ ബുക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു എഡ്വിൻ ഫ്ലിപ്പോ എന്താണ് അദ്ദേഹം പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അപ്പൊ ഒരു വ്യക്തിയുടെയാണ് കേട്ടോ. അതൊരു എന്താ പറയാ
ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സുകളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എഡ്വിൻ ഫ്ലിപ്പോ. അദ്ദേഹം പറയുന്നു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് is the planning, organizing, directing and controlling of the procurement, development, compensation, integration, maintenance and the separation of human resources to the end that individual, organizational and social objectives are fulfilled. എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഇന്നതാണ്. കാരണം എന്താ, ആ വാക്കുകളൊക്കെ ഓർത്താൽ മതി. എന്താണ് ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട്, എല്ലാം ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹ്യൂമൻ റിസോഴ്സസിന്റെ എന്താ പറയാ പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇഫ് ദേ നീഡ് സം എംപ്ലോയീസ്, അവരെ പ്രൊക്യൂർ ചെയ്യണം. ഇവിടെ കുറച്ച് ജോലിക്കാരെ വേണം, ടീച്ചേഴ്സോ ടെക്നിക്കൽ സ്റ്റാഫോ അല്ലെങ്കിൽ PROസോ. അപ്പൊ അവരെ പ്രൊക്യൂർ ചെയ്യണം, നമ്മൾ കണ്ടെത്തണം എവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ നോക്കണം. പിന്നെ അവരുടേതായ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ആ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ആവശ്യമായ ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ഇവിടെ ഇങ്ങനത്തെ ഒരു ക്ലാസ്സാണ് നടക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ ക്ലാസ് എടുക്കുക? ഇത് ഓഫ്ലൈൻ അല്ലല്ലോ, ഓൺലൈൻ അല്ലേ, ഹൗ ഇറ്റ് ഈസ് ഡൺ, അതെങ്ങനെ നടക്കും? അപ്പൊ അതിന് അവർക്കൊരു വരുമ്പോ തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ദാറ്റ് ബി ട്രെയിൻഡ്, അവർക്ക് ട്രെയിനിങ് കൊടുക്കും അല്ലെ. അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നു, അതുപോലെ അവരെ ഡെവലപ്പ് ആക്കുന്നു, അതുപോലെ അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ മീൻസ് അവരുടെ വേജസോ സാലറിയോ അത് ഫിക്സ് ചെയ്യണം. അവരെ കൃത്യമായിട്ട് ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം എല്ലാ എംപ്ലോയീസിനെയൊക്കെ അല്ലെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവരുടേതായ ചില മെയിൻ്റനൻസ്, അതുപോലെ എന്താ പറയാ അവരെ പല പല പ്രൊമോഷൻസോ മറ്റു രീതിയിലുള്ള സെപ്പറേഷൻസ് ഒക്കെ വരുമ്പോ ചിലപ്പോ എന്താ പറയാ ഡിസ്മിസല് അല്ലെങ്കിൽ റിട്ടയർമെന്റ്, അതുപോലെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഡിമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ എല്ലാം ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈച്ച് ആൻഡ് എവരിതിങ് നേരത്തെ കൂടി പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്? ഈ എംപ്ലോയീസിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നത്? ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷന് വ്യക്തിപരമായിട്ടും അതിന്റെ എന്താ പറയുക ബിസിനസ് സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ സൊസൈറ്റി സമൂഹത്തോടുള്ള പ്രതിബദ്ധത. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താ പറയാ നമ്മള് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ഹാവ് സം എന്താ പറയാ ഒരു എന്താ പറയാ സം ഡെഡിക്കേഷൻ ടു ദ പബ്ലിക് ഓർ സൊസൈറ്റി. നമുക്ക് നമ്മളുടേതായ ആ ബിസിനസ്സിന് സൊസൈറ്റിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ എന്താണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത്? ആ ബിസിനസ്സിന് ആ സമൂഹം, ആ പ്രത്യേക സമൂഹവുമായിട്ടൊരു പ്രത്യേക അടുപ്പവും ബന്ധവും അല്ലെങ്കിൽ ആ സമൂഹത്തോടൊരു കടമയുണ്ട്. ഞാൻ ഇന്ന വസ്തുവാണ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നത്, അത് ആ സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, ആ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിലുള്ള താമസിക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, ലക്ഷ്യമുണ്ട്. അപ്പൊ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ സ്വന്തമായി വ്യക്തിപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ളതോ സൊസൈറ്റിയിൽ പരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ എന്താ, അവരെ പ്രൊക്യൂർ ചെയ്യുന്നത് മുതൽ അവരുടെ സെപ്പറേഷൻ വരെ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്, സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റോ ഡിസ്മിസലോ എന്താ പറയാ സസ്പെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടം വരെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ആര് പറയുന്നത്? എഡ്വിൻ ഫ്ലിപ്പോ പറയുന്നത്. ആ വലിയ ഡെഫിനിഷൻ കാണുമ്പോൾ തന്നെ ഓർക്കുക അത് എഡ്വിൻ ഫ്ലിപ്പോന്റെയാണ്. ആരുടെ ഡെഫിനിഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒന്നെണ്ണം ചെയ്യാൻ ക്ലിയർ ആയോ? എഡ്വിൻ ഫ്ലിപ്പോന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ എന്ന് പറയാ, അല്ലെങ്കിൽ വേഗം ഒരു തമ്പ് ഇടാം. ഓക്കെ, നെക്സ്റ്റ് അനദർ ഡെഫിനിഷൻ വിച്ച് ഈസ് ഗിവൺ ബൈ സ്റ്റീഫൻ ഡൺ. അതും പേര് എന്തോ അങ്ങനെ മാറിക്കെടുക്കാണ്, എന്റെ നോട്ടിലാണ്. നിങ്ങളുടെ അപ്പൊ ശരിയായിരിക്കും, ബിക്കോസ് ഓൾറെഡി ഇവിടെ കറക്റ്റ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ ഡൺ എന്നാണ്. സ്റ്റീഫൻ ഡൺ എന്നാണ് ഇവിടെ എന്തോ എന്റെ നോട്ടിൽ കിടക്കുന്നത്. ഡൺ ആൻഡ് സ്റ്റീഫൻ എന്നാണ്, അല്ല ഒറ്റ പേരാണ്, സ്റ്റീഫൻ ഡൺ ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ശരിയായില്ലേ? നിങ്ങളുടെ ബുക്കില് ശരിയല്ലേ? ഓക്കെ, സ്റ്റീഫൻ ഡണ്ണിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നു എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, holding and motivating people that involves all managers and line staff. ഓക്കെ, അതായത് നമ്മളുടെ സ്റ്റീഫൻ ഡണ്ണിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളുണ്ട്, ഐഡിയാസ് ഉണ്ട്, അവരുടേതായ എന്താ പറയാ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഇതുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എഡ്വിൻ ഫ്ലിപ്പോ പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്റ്റീഫൻ ഡൺ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ഓഫ് അട്രാക്ടിങ് കാൻഡിഡേറ്റ്സ് ഓർ എംപ്ലോയീസ്. എന്റെ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ ജോലിക്കാരെ അട്രാക്ട് ചെയ്യുന്നു. എങ്ങനെ നമുക്ക് ജോലിക്കാരെ അട്രാക്ട് ചെയ്യാം?
അത് അവിടെ താഴെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ താഴെ പറയുന്നുണ്ട്. അപ്പം എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക, അവരെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ ടു റീറ്റെയിൻ ദം ഇൻ ദ ബിസിനസ്. വരുന്ന എംപ്ലോയീസ് ഒരു മാസം ജോലി ചെയ്തു, ശമ്പളം വെച്ചിട്ട് ഇനി ഞാൻ പോകല അവിടെ എന്തോ പോകാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാം. വർക്കിംഗ് കണ്ടീഷൻസ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ ആളുകളെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റും. അതാണ് ഹോൾഡിങ്. ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ, കൂടുതൽ എന്താ പറയാ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചത് മാനേജേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് ആയിക്കോട്ടെ, ലൈൻ മാനേജേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും ഒരുമിച്ച് ഈ പറയുന്ന രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്, അതിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് സ്റ്റീവ് ഡൺ അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആയോ? സ്റ്റീഫൻ ഡന്നിന്റെ ഡെഫിനിഷൻ. According to Stephen Dunn, personal management is the process of attracting, holding, and motivating people, which involves all managers, line, and staff. Is it clear? Clear ആയോ? അണ്ടർലൈൻ ചെയ്യണ്ട. ഡെഫിനിഷൻ മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, രണ്ടെണ്ണം എഡ്വിൻ ഫിപ്പോയും അതുപോലെ തന്നെ സ്റ്റീഫൻ ഡണ്ണും കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. അണ്ടർലൈൻ ചെയ്ത വേഗം. അണ്ടർലൈൻ ചെയ്തോ? ഇനി നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ ഒരു 3 വേർഡ്സ് ഉണ്ട്. അട്രാക്ടിങ്, ഹോൾഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അതെന്താണെന്ന് അവിടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ അട്രാക്ടിങ് ആണ്. എങ്ങനെ അട്രാക്ട് ചെയ്യാം? നമുക്ക് എംപ്ലോയീസിനെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലേക്ക് കൂടുതൽ കാൻഡിഡേറ്റ്സ് ഇവിടേക്കൊക്കെ ഒഴിവുണ്ട് ഒഴിവുണ്ടെന്ന് കേൾക്കുമ്പോ ആ ഒഴിവിലേക്ക് വേഗം തന്നെ വേഗം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കട്ടെ അല്ലെ എന്ന ഒരു ചിന്ത കാൻഡിഡേറ്റ്സിന്റെ മനസ്സിലേക്ക് വരണമെങ്കിൽ there should be some attractive elements. അവിടെ എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകൾ ഉണ്ടായിരിക്കും. എങ്ങനെ നമുക്ക് ഓർഗനൈസേഷനിലേക്ക് നല്ല കാൻഡിഡേറ്റ്സിനെ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്? by providing monetary and non-monetary rewards. അവർക്ക് നല്ല ശമ്പളത്തിന് പുറമെ മറ്റേതെങ്കിലും പണരൂപത്തിലുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള റിവാർഡുകൾ. നല്ല സൂപ്പറാണല്ലോ, നല്ല സാലറി ഉണ്ട്. പോരാത്തതിന് മറ്റ് എന്റർടൈൻമെന്റ് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വർഷത്തിലൊരു 2 ദിവസത്തെ ട്രിപ്പ് കൊണ്ടുപോകുന്ന എന്താ പറയാ എംപ്ലോയീസിനെ എല്ലാവരെയും കൂട്ടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമുകൾ അവർക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡേ അവർക്ക് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയാ വല്ല ഫെസ്റ്റിവൽ സീസൺസ് വരുമ്പോ എക്സ്ട്രാ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകളായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റുകളോ അല്ലെ അങ്ങനെയൊക്കെ കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും അവിടേക്ക് കാൻഡിഡേറ്റ്സ് കൂടുതൽ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ, കൂടുതൽ എംപ്ലോയീസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതാണ്. അപ്പൊ പണ രൂപത്തിലോ അല്ലാതെയോ ഒക്കെ എന്താ പറയാ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെമ്യൂണറേഷൻസ് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ഒരു ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസ് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ അതിന്റെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അട്രാക്ടിങ് എന്തിനെ സൂചിപ്പിക്കുന്നു? അടുത്തത് ഹോൾഡിങ് ആൻഡ് റിട്ടൈനിങ്. എങ്ങനെ ഹോൾഡ് ചെയ്യാം? ഇനി അട്രാക്റ്റഡ് ആയിട്ട് വന്നു, ഇതൊക്കെ കിട്ടും അതൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് കൂടുതൽ ആളുകൾ എന്താ പറയാ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഇന്റർവ്യൂ മറ്റുമൊക്കെ കണ്ടക്ട് ചെയ്ത് സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ ജോലിക്ക് കയറി ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ മാത്രം ജോലി ചെയ്ത് ഏതായാലും കയറിയതല്ലേ, ഒരു മാസത്തെ ശമ്പളം മേടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് അതുവരെയൊക്കെ പിടിച്ചു നിൽക്കുന്നു, വിട്ടിട്ട് പോകുന്നു. ലേബർ ടേൺ ഓവർ, കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെ കൊഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ they have to be provided good working environments. നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്താലേ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അല്ലെ. ജോലി ചെയ്യുക, ജോലി ചെയ്യിപ്പിക്കുക, സാലറി കൊടുക്കുക, അത് മാത്രമേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അതല്ല, അവർ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ട നല്ല എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് ക്ലാസ് എടുക്കാൻ പറയാം, നമ്മളോട് ക്ലാസ് എടുക്കുന്നു, വരുന്നു, പ്രകൃതിയിലൊക്കെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നു. പക്ഷേ ഇതൊരു അടഞ്ഞ മുറിയിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത് അല്ലെ. നിങ്ങൾക്കറിയാലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഓക്കെ, നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നു, പക്ഷെ ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് വെട്ടമില്ല. എന്നെ കാണാൻ പറ്റണ്ടെന്നാവോ, എന്താ പറയാ ഇവിടെ വെട്ടം ആവശ്യത്തിനില്ല, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഫോട്ടോക്കെ ഇട്ടിട്ട് ക്ലാസ് എടുക്കണമെന്ന് നമുക്ക് എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിർബന്ധമായിട്ട് പറഞ്ഞേക്കുന്നതാണ്.
അപ്പൊ ഒരു ഫാൻ ഇല്ലാതെ ഇരുന്നിട്ട് ക്ലാസ് എടുത്തോ ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ ശമ്പളം തന്നെ. ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നല്ലൊരു വാഷ്റൂം ഇല്ല. ടീച്ചേഴ്സ് എല്ലാവരും ഒക്കെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകം പെട്ടെന്നൊക്കെ അവര് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ അങ്ങനെ അതില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കാര്യമൊക്കെ ശരി, സാലറി കിട്ടും, പക്ഷെ അവിടെ നമുക്ക് പറ്റിയ ഒരു ചുറ്റുപാടല്ല, മറ്റു രീതിയിലുള്ള പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. നല്ലൊരു വാഷ്റൂം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര വെട്ടോ ഒഴിച്ചു നോക്കുക, അല്ലെങ്കിൽ കാറ്റോ കിട്ടുന്ന രീതിയിലല്ല, വളരെ കൺജസ്റ്റഡ് ആണ് അവിടുത്തെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോകും. ഓക്കെ, അപ്പൊ ഉള്ള എംപ്ലോയീസ് നമ്മൾ അട്രാക്ട് ചെയ്ത് പിടിച്ചു നിർത്തുന്ന എംപ്ലോയീസിന് നമുക്ക് അവിടെ തന്നെ റിട്ടൈൻ ചെയ്യാൻ പറ്റണം ബൈ പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. മനസ്സിലായോ? ഹോൾഡിംഗ് ആൻഡ് റിട്ടൈനിങ് മനസ്സിലായോ? ഇതൊന്നും ഇവിടെ ഇല്ലെന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്, എക്സാമ്പിൾ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഓക്കെ, ടീച്ചർ പാവം അവിടെ എന്താ പറയാ ചൂടെടുത്തിരിക്കാണെന്നല്ല, കാശിക്കണ്ടേ, കാറ്റുണ്ട്, വെളിച്ചുണ്ട്, കാണാൻ പറ്റില്ല എന്നെ, വെളിച്ചില്ലേ, കാണാനില്ലേ എന്റെ മുഖം? നമുക്കൊന്നും വെളിച്ചില്ലെങ്കിൽ നമ്മളെ കാണില്ല തീർച്ചയായിട്ടും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താ പറയാ, മോട്ടിവേറ്റിംഗ് ആണ്. അടുത്തത് എന്താ? മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ആണ്. അപ്പൊ സ്റ്റീഫൻ ടൺ പറഞ്ഞിരിക്കുന്ന പ്രകാരം അട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക പറഞ്ഞിരിക്കുന്ന എംപ്ലോയീസിനെ, ആൻഡ് ഓൾസോ ടു ബി മോട്ടിവേറ്റഡ്. എല്ലാ എംപ്ലോയീസിനെയും, മാനേജേഴ്സ് ആയിക്കോട്ടെ, ലൈൻ സ്റ്റാഫ്, ലൈൻ മാനേജേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളായിക്കോട്ടെ, എല്ലാവരെയും കൃത്യമായിട്ട് നമ്മൾ അവരെ മോട്ടിവേറ്റ് കൂടി ചെയ്യണം. എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്? ബൈ പ്രൊവൈഡിങ്, ബൈ ഫോളോയിങ് പ്രോഗ്രസീവ് practices or human policies to create a personal satisfaction. അതായത് എംപ്ലോയീസിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ളൊരു സംതൃപ്തി കിട്ടുന്നത് വരെ പോലെയുള്ള അതിനു വേണ്ടിയുള്ള ചില പ്രാക്ടീസസ് ഒക്കെ കൊണ്ടുവരിക. എന്ന് വെച്ചാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എംപ്ലോയീസിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ശമ്പളം മാത്രം കൊടുത്ത് അങ്ങനെ ശരി ശമ്പളം ഉണ്ടല്ലോ, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവണം. അല്ല, നമ്മൾ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ we expect something. ശമ്പളം മാത്രമല്ല നമ്മൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെ? നമ്മുടെ നമ്മുടെ കൂടെയുള്ള ടീം വർക്കേഴ്സ് ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അത് അങ്ങനെ ഒരു പരിഗണന കിട്ടുക, മാനേജ്മെന്റുമായിട്ട് ഒരു നല്ല റിലേഷൻ കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ അവർ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രോഗ്രസീവ് പ്രാക്ടീസസ്, നമുക്ക് എന്താ പറയുക, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ചില രീതികളൊക്കെ കൊണ്ടുവരിക. അല്ലെങ്കിൽ നല്ല നല്ല ഹ്യൂമൻ പോളിസീസ്, നല്ല അവരെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ട നല്ല നല്ല നയങ്ങൾ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുക. സോ അതൊക്കെ കൂടുതൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യും. കണ്ടോ, നമ്മുടെ ഒപ്പം നിൽക്കാൻ മാനേജ്മെന്റ് ഉണ്ട്. മാനേജ്മെന്റ് നമ്മുടെ ഈച്ച് ആൻഡ് എവരി മൂവ്മെന്റുകൾ അവർ അറിയുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ നിരീക്ഷിച്ച് നമുക്ക് വേണ്ട മോട്ടിവേഷൻ തരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത എംപ്ലോയീസിന്റെ ഇടയിൽ വരുമ്പോൾ അത് എന്തിലേക്ക് നയിക്കും? എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകും. കണ്ടോ, ഒപ്പം നിൽക്കാൻ അവരുണ്ട് എന്നുള്ള ചിന്ത, അല്ലെ? അല്ലാണ്ട് ജോലി എനിക്ക് ശമ്പളം കിട്ടാൻ മതി, അത് മാത്രമേ എന്റെ ലക്ഷ്യം എന്ന് വിചാരിച്ചല്ല നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നത്. സോ സ്റ്റീഫൻ ടൺ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ വ്യക്തമായതും അതുപോലെ തന്നെ വളരെ നല്ലതുമായിട്ടുള്ള ഡെഫിനിഷൻ ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എംപ്ലോയീസിനെ, എല്ലാ എംപ്ലോയീസിനെയും, മാനേജേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫുകളായിക്കോട്ടെ, ലൈൻ മാനേജേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും അങ്ങനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുള്ള ഒരു ഡെഫിനിഷൻ. ക്ലിയർ ആയോ? 3 ഡെഫിനിഷനും ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ഒരു പേഴ്സണൽ മാനേജർ, അതായത് നമ്മളുടെ ഈ തൊഴിലാളികളെയൊക്കെ മാനേജ് ചെയ്യുന്ന മാനേജർ, തൊഴിലാളികളുടേതായ ഒരു മാനേജർ, അതാണ് പേഴ്സണൽ മാനേജർ. ആൾക്കുണ്ടാകേണ്ട ചില പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്വാളിറ്റീസ്, നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു നല്ല പേഴ്സണൽ മാനേജർ? ഇപ്പൊ നമ്മൾ ഇവിടെ ഒരുപാട് പേഴ്സണൽസ് ഉണ്ട്, മീൻസ് കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, ഇവരെല്ലാവരെയും മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? First one, personal manager must be specialized in organization theory and likely to be an effective advisor to the top management in organizational matters, as well as being able to organize his own department. ഒരു പേഴ്സണൽ മാനേജർ എന്തായിരിക്കണം? ആ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം, ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളായിരിക്കണം. ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, അങ്ങനത്തെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, അവിടുത്തെ എല്ലാ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യം, അവിടുത്തെ രീതികളും റൂൾസ്, റെഗുലേഷൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് എല്ലാം അറിയുന്ന ആളാണ് പേഴ്സണൽ മാനേജർ ആയിരിക്കേണ്ടത്. അല്ലാതെ ഒന്നും അറിയാൻ പാടില്ലാണ്ട് ഈ കണ്ട ഉള്ള എംപ്ലോയീസിനെ മുഴുവൻ മാനേജ് ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ റൂൾസ് എന്താണ്, എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ തിയറിയും ആരറിയണം?
ഒരു പേഴ്സണൽ മാനേജർ അറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അറിയില്ലെങ്കിൽ പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാണ്ട് പോയിട്ട് അവരെ മാനേജ് ചെയ്യാൻ ചിലപ്പോ അവർക്ക് അതൊന്നും ദഹിക്കില്ല. അവർ ചിലപ്പോ ഏത് രീതിയിലും റിയാക്ട് ചെയ്യുന്നു. ഇത് അറിയാൻ പാടില്ലാണ്ടാണ് നിങ്ങൾ ഞങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റണേ എന്നുള്ള ചോദ്യമൊക്കെ വരും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷന്റെ തിയറി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആളാണ് പേഴ്സണൽ മാനേജർ. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ മാറ്റേഴ്സ് റിഗാർഡിംഗ് ദ എംപ്ലോയീസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ടോപ്പ് മാനേജ്മെന്റിലേക്ക് അറിയിക്കേണ്ടത്. ഇന്ന് എംപ്ലോയീസിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആവശ്യത്തിന് കാറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഫാൻ മാത്രം ഉള്ളതുകൊണ്ട് അവര് എന്താ പറയാ വർക്ക് ചെയ്യാൻ അവർക്ക് അൺകംഫർട്ടബിൾ ആണ്. സോ അവരെ ഒന്ന് ഇതാക്കണം. അപ്പൊ അങ്ങനെയുള്ള ചില അഡ്വൈസ് ഒക്കെ ആർക്ക് കൊടുക്കുക? ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണ്ടേ? അതായത് എന്തെങ്കിലും തരത്തിലുള്ള സഫറിങ്സ് എംപ്ലോയീസിനുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയും കണ്ടും മനസ്സിലാക്കി അത് ടോപ്പ് മാനേജ്മെന്റിലേക്ക് കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം. ഓക്കെ, അതൊക്കെ ഈ പുള്ളിയാണ് ചെയ്യേണ്ടത്. അത് പേഴ്സണൽ മാനേജറാണ് ചെയ്യേണ്ടത്. മാത്രമല്ല അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ഈ എന്താ പറയാ മാനേജേഴ്സിന്റെ പേഴ്സണൽ മാനേജർമാർ ചിലപ്പോൾ ഒരാളോ രണ്ടാളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ എന്താ പറയാ അവരുടെയൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെയും മാനേജ് ചെയ്യണം. മറ്റുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതും മാനേജ് ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറാണ്. അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഒരു പേഴ്സണൽ മാനേജർ എന്തായിരിക്കണം? ഒരു സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷണൽ തിയറി ആയിരിക്കണം. മാത്രമല്ല he should act or he or she ആരെങ്കിലും should act as an advisor to the top management. ടോപ്പ് മാനേജ്മെന്റിലേക്ക് പല കാര്യങ്ങളും അഡ്വൈസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. മാത്രമല്ല be able to organize his own department, തന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരാളായിരിക്കണം. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി. ക്ലിയർ ആയോ? ഒന്നാമത്തെ ക്വാളിറ്റി ക്ലിയർ ആയോ? പിന്നെ അടുത്ത ക്വാളിറ്റി എന്താ? he should be real expertise in personal administration, knowledge of relevant laws, procedures and techniques. ഇനി പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന വിഭാഗത്തില് പുള്ളി ഒരു റിയൽ എക്സ്പെർട്ട് ആയിരുന്നു, നല്ല ഒരു പ്രാവീണ്യം നേടിയ ആളായിരുന്നു. തിയറി ഒക്കെ അറിയുമെന്ന് പറഞ്ഞു, ഓർഗനൈസേഷന്റെ മൊത്തം തിയറി അറിയുമെന്ന് പറഞ്ഞു. കൂടാതെ ആ ജോലിക്കാരൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി അതിന് ഒരു എക്സ്പെർട്ട് ആയിരിക്കണം. എന്തിലൊക്കെ എക്സ്പെർട്ട് ആയിരിക്കണം? നോളജ് ഓഫ് റെലവന്റ് ലോസ്, ഓർഗനൈസേഷനിലെ നിലവിലുള്ള എന്താ പറയാ നിയമങ്ങള്, അതുപോലെ അവിടുത്തെ പ്രൊസീജിയേഴ്സ്, അവിടുത്തെ ടെക്നിക്സ്, ഇതെല്ലാം പുള്ളി അറിയണം. പുള്ളിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അറിയണം, ലോസ് അറിയണം, അവിടുത്തെ പ്രൊസീജിയേഴ്സ് അറിയണം, അവിടുത്തെ ടെക്നിക്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ അറിയുന്ന ഒരു എക്സ്പെർട്ട് ആയിരിക്കണം നമ്മളുടെ ഈ പറഞ്ഞ പേഴ്സണൽ മാനേജർ. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? അടുത്തത് ബിഹേവിയറൽ സയൻസസ് അറിയുന്ന ആളായിട്ട് എന്ന് വെച്ചാൽ he should have ample knowledge of behavioral sciences. എന്ന് പറഞ്ഞാൽ എന്താ ബിഹേവിയറൽ സയൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് ഈ എംപ്ലോയീസിന്റെ ബിഹേവിയറൽ എന്ന് വെച്ചാൽ അവിടെയുള്ള ജോലിക്കാരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ രീതി എന്താണെന്ന് അറിയാം. എന്ന് വെച്ചാൽ എങ്ങനെ ഹൗ ക്യാൻ ബി മോട്ടിവേറ്റ്, അവരുടെ രീതി എന്താണെന്ന് മനസ്സിലാക്കി അവരെ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെ? കൂടുതൽ സ്റ്റാൻഡേർഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇഫക്റ്റീവ് ആയിട്ട് കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോൾ നേടാൻ വേണ്ടി എങ്ങനെ കൂടുതൽ മോട്ടിവേറ്റ് ഇവരെ ചെയ്യാൻ പറ്റും, അതാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ തിയറി അറിയും, അവരുടെ സയന്റിഫിക് ആയിട്ടുള്ള അവരുടെ ബിഹേവിയറൽ പാറ്റേൺ അറിയാൻ പറ്റുന്ന ആളായിരിക്കും. എംപ്ലോയീസിനെ കുറിച്ച് അവരുടെ പെരുമാറ്റങ്ങളും രീതികളും ഒക്കെ അറിഞ്ഞ് അതനുസരിച്ച് അവരുടെ സ്വഭാവ രീതിക്ക് അനുസരിച്ച് എങ്ങനെ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ പറ്റും എന്നുള്ള അറിവുള്ള ആളായിരിക്കണം നമ്മുടെ പേഴ്സണൽ മാനേജർ. ക്ലിയർ ആയോ? He must have an ample knowledge about the behavioral sciences. Behavior employees in the behavior. Okay, clear ആയോ? Third point മനസ്സിലായോ? Okay, fourth point. He must have acute sense of social justice and be fully appreciative of the rights and interests of men and women at work as well as of the economic necessities of management. പിന്നെന്താ ചെയ്യണം? ഒരു ന്യായം നീതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുകളാണ്. എന്ന് വെച്ചാൽ എന്താ? സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ തെറ്റ് ശരി എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു എന്താ പറയാ ഒരു സ്ലൈറ്റ് കോമൺ സെൻസ് ഉള്ള ആളാണ്, അല്ലെ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങള് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഓർഗനൈസേഷൻ ഉണ്ടായി, ഇത് പുരുഷനായതുകൊണ്ട് അവരോട് ഒരു രീതി,
അതൊരു സ്ത്രീ ആയപ്പോ അത് വേറൊരു രീതി, അങ്ങനെ പാടില്ല. പേഴ്സണൽ മാനേജർ ഷുഡ് ഹാവ് അക്യൂട്ട് സെൻസ് ഓഫ് ജസ്റ്റിസ്. നീതി ന്യായം എവിടെ കാണുന്നോ അതിന്റെ പക്ഷത്താൽ നിൽക്കണ്ടേ, അല്ലാണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അനുസരിച്ചിട്ട് അവിടെ വാക്കുകൾ അല്ലെങ്കിൽ നയങ്ങൾ മാറ്റുകയല്ല ഒരിക്കലും ഒരു പേഴ്സണൽ മാനേജർ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അത് ആരായിക്കോട്ടെ, സ്ത്രീയോ പുരുഷനോ ആരായിക്കോട്ടെ, നമ്മളവിടെ ന്യായത്തിനാണ് വില കൽപ്പിക്കേണ്ടത്. അത് സ്ത്രീ ആയതുകൊണ്ട് അയ്യോ അത് പരിഗണന കൊടുത്തു, ഓക്കെ, അങ്ങനെയല്ല. അല്ലെങ്കിൽ പുരുഷനായതുകൊണ്ട് അവിടെ പരിഗണിച്ചില്ല, ഓക്കെ, അങ്ങനെയല്ല. അതല്ല വേണ്ടത്. ജസ്റ്റിസ് എവിടെയാണോ അവിടെയാണ് നിൽക്കേണ്ടത്. ക്ലിയർ ആയോ? സോറി, ഫോർത്ത് വൺ. അതായത് നല്ലൊരു ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളായിരിക്കും. അത്ര ഉള്ളൂ, അതിനെ കുറിച്ച് അതാണ് പറയുന്നത്. ഹി ഷുഡ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇനി എന്താ പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ക്വാളിറ്റി കഴിവാണ് എന്ത്? ക്രിയേറ്റീവ് തിങ്കിങ്. എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ നമ്മള് സ്വന്തം വല്ലവരുടെയും ചിന്തയല്ല, എനിക്ക് സ്വന്തമായി സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന ചിന്ത. ഇപ്പൊ ചില കാര്യങ്ങൾ എന്റെ മുമ്പിലേക്ക് ഇപ്പൊ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ വാട്ട് ഹാവ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത് എന്ന് മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുകയല്ല, സ്വന്തം നമ്മൾ എന്ത് ചെയ്യണം, കഴിവും ചിന്ത ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുക്കണം. ഇതിന് ഇന്നതാണ് ഇതൊരു സൊല്യൂഷൻ. So we have she should have the ability to think about that particular situation or circumstance. ആ ഒരു അവസരത്തെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തില് എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അത്ര ക്ലിയർ ആയോ? ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ആളായിരിക്കും. അല്ലാണ്ട് അയ്യോ എന്താ ചെയ്യാ, പേഴ്സണൽ മാനേജർ ആണ്, അയ്യോ ഇന്ന ആൾക്ക് അല്ലെങ്കിൽ ഇന്ന എംപ്ലോയിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, വേഗം നിന്നിട്ട് ആരോടെങ്കിലും അഡ്വൈസ് തേടുകയാണോ? അല്ല, സ്വന്തമായിട്ട് അവിടെ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണം. ആ ക്രിയേറ്റീവ് തിങ്കിങ് പവർ ഉണ്ടായിട്ട് he should have knowledge in problem solving techniques. ആ പ്രോബ്ലംസ് എന്തെങ്കിലും തങ്ങളുടെ നേരെ എന്തെങ്കിലും എംപ്ലോയീസിന്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക്, സൂത്രവിദ്യ, സാങ്കേതിക വിദ്യ അതും അറിയും. മനസ്സിലായി? എങ്ങനെ സോൾവ് ചെയ്യണമെന്നും അതിനുള്ള സൃഷ്ടിച്ചെടുക്കേണ്ട ചില കഴിവുകളുണ്ട്. അതുകൂടാതെ അതെങ്ങനെ സോൾവ് ചെയ്യാനുള്ള എന്ത് രീതി നമുക്ക് ഉപയോഗിക്കാം, ഏത് രീതിയിൽ അത് സോൾവ് ചെയ്യാം, ആ ടെക്നിക്കും അറിയണ ആളായിരിക്കും. പിന്നെ കേപ്പബിൾ ഓഫ് ലീഡർഷിപ്പ്, ഒരു ലീഡർ ആകാൻ തയ്യാറായിപ്പോണ്. എംപ്ലോയീസിന്റെ പ്രതിനിധിയും ആണല്ലോ, അയാളും ഒരു എംപ്ലോയി ആണല്ലോ. ആഫ്റ്റർ ഓൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ പേഴ്സണൽ മാനേജർ എന്ന് പറയുമ്പോൾ ഓൾസോ ഈസ് എൻ എംപ്ലോയി, ആളും ഒരു എംപ്ലോയി തന്നെയാണ്. അപ്പൊ ആ എംപ്ലോയി എന്ത് ചെയ്യണം, മറ്റുള്ള എംപ്ലോയീസിനെയൊക്കെ മാനേജ് ചെയ്യുമ്പോൾ താനൊരു ലീഡറാണ്. എപ്പോഴും നമ്മള് വഴി കാട്ടുന്ന ആള് നേരെയല്ല വഴിക്ക് പോകുന്നതെങ്കിൽ എന്ത് വെച്ചു, ബാക്കിയുള്ളവരോട് നേരെ വാങ്ങുക കഴിഞ്ഞാൽ ഈ നേരെ പോകുന്നവരെ നടക്കുമോ? നടക്കില്ല. അപ്പൊ നമ്മൾ ലീഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണെങ്കിൽ നമ്മൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം, എന്നാലും മറ്റുള്ളവരെ കൊണ്ട് നമുക്കൊന്ന് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അടുത്തത് he should be friendly, tactful and approachable nature. പിന്നെ ആരായിരിക്കണം? ടാക്റ്റ്ഫുൾ ആയിരിക്കണം, നല്ല കൈകാര്യം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഫ്രണ്ട്ലി ഒരു മാനർ ആയിരിക്കണം ആളുടെ ഒരു ക്വാളിറ്റി. മാത്രമല്ല എപ്പോ വേണമെങ്കിലും നമ്മളെ എംപ്ലോയീസിനെ സമീപിക്കാൻ പറ്റുന്നതായിരിക്കും. ഭയങ്കര ഗൗരവത്തോടെ അല്ലെങ്കിൽ എന്താ പറയാ എംപ്ലോയീസിനൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഞാൻ വലിയ ആളാണെന്നും നീയൊക്കെ വലിയ എന്റെ താഴെയുള്ള ആളാണെന്നും ഒക്കെ ഉള്ള ഒരു വലിയ എന്താ പറയാ ഒരു ഭയങ്കര ഗ്യാപ്പുള്ള ഒരു വലിയ ബന്ധമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതൊക്കെ ആയിട്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ പറ്റൂല. എന്ത് കാര്യവും എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്ന അവര് വന്നിട്ട് നമ്മളോട് തുറന്നു പറയാൻ പറ്റണം. കാരണം നമ്മുടെ പ്രകൃതം ഭാവം കണ്ടിട്ടോ എങ്ങനെ പറയുന്ന വിചാരിച്ചാൽ എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന എംപ്ലോയീസ് ഉണ്ടാവുമായിരിക്കും. അതെന്തുകൊണ്ടാണ് പേഴ്സണൽ മാനേജർ അങ്ങനത്തെ ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം. ഓക്കെ, എന്നാൽ എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നമ്മളെ സമീപിച്ച് ആ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അവരുമായിട്ട് കീപ്പ് ചെയ്താൽ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾക്ക് വേഗം അറിയും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, അതൊക്കെ അവർ മനസ്സിലിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ മനസ്സിലിട്ട് എന്ത് പറ്റും, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അല്ലെ, ചെറുതായിട്ടിരിക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് എളുപ്പം അത് സോൾവ് ചെയ്യാൻ പറ്റും, ചെറുതായിരിക്കും. പക്ഷെ അതവിടെ കടന്ന് വലിയ ഒരു ഇതായി മാറി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാം. എന്ത് കാര്യമാണല്ലോ അത് നമുക്ക് എന്താ പറയാ നല്ലതിലേക്ക് ആക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ അപ്രോച്ചബിൾ മാൻ ആയിരിക്കണം നമ്മുടെ ഒരു പേഴ്സണൽ മാനേജർ. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് നല്ല രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. കണ്ടോ? അപ്പൊ എന്ത് ചെയ്യും, എംപ്ലോയീസ് വളരെ നല്ല രീതിയിൽ അടുപ്പം കാണിക്കും. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് നമ്മളോട് പറയും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, ഓർഗനൈസേഷൻ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടന്നു. മനസ്സിലായ? ടാക്റ്റ്ഫുൾ ആൻഡ് അപ്രോച്ചബിൾ നേച്ചർ ക്ലിയർ ആയോ?
പിന്നെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, ഇനീഷ്യേഷൻ ഒക്കെ എടുക്കാൻ. അതായത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിന് മുൻകൈയിട്ട് ഇറങ്ങി മാത്രമല്ല അതിന് നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുള്ള ആളായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ എന്തെങ്കിലും എംപ്ലോയീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമുണ്ട് എന്ന് മാനേജ്മെന്റ് നമ്മളെ അറിയിക്കുകയാണ്, ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ്. അപ്പൊ ഒരു പേഴ്സണൽ മാനേജർ എന്ന നിലയ്ക്ക് നമ്മൾ അതിന് മുൻകൈ എടുക്കാറുണ്ട്. എംപ്ലോയീസുമായി ബന്ധപ്പെട്ടതല്ലേ, എന്റെ വിഭാഗമാണ്, പേഴ്സണൽ മാനേജറാണ് ഞാൻ. അപ്പൊ ഞാൻ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങി അതിനൊരു നല്ല ഡിസിഷനിലേക്ക് എത്തിക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ. Okay, we should be able to generate trust among the colleagues. തന്റെ കൊളീഗ്സുമായിട്ട്, കൊളീഗ്സ് പറഞ്ഞ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവരുമായിട്ട് ഒരു നല്ല രീതിയിൽ ഒരു ട്രസ്റ്റ്, എന്താ വിശ്വാസം ഉറപ്പിച്ചെടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം. വിശ്വാസം അതാണ് എല്ലാം, അല്ലേ? കേട്ടല്ലേ? പരസ്യത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം തകർന്നു. ഓക്കെ, എവിടെയാണെങ്കിലും, അത് ഏത് മേഖലയിലാണെങ്കിലും, മനുഷ്യന്മാരുടെ ഡെയിലി ലൈഫിലാണെങ്കിൽ പോലും, അല്ലെ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ എല്ലാം ഒരു വിശ്വാസത്തിന്റെ പക്കം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിന് എവിടെയെങ്കിലും പുറകിൽ വീണാലും സംഭവിക്കും. ബിസിനസ് ഓർഗനൈസേഷനും പേഴ്സണൽ മാനേജറും എംപ്ലോയീസുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മാത്രമല്ല ഒരു ട്രസ്റ്റ് വർത്തിനെസ്, വിശ്വാസ്യതയും കൂടി ഉറപ്പുവരുത്താനായിട്ട് ആള് ശ്രമിച്ചിട്ടുണ്ട്. He should be ready to cooperate with the subordinates in times of difficulty. തന്റെ താഴെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ ജോലിക്കാര്, സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്റെ കീഴ് ജീവനക്കാര്, അത് എന്താ പറയാ, ഏത് നിമിഷവും ഏത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും അവരോടൊപ്പം കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ സബോർഡിനേറ്റ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ അയ്യോ ഇത് ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല, അവരോടൊപ്പം അതിനെ സഹകരിച്ച് അതിന്റെ നല്ല സൊല്യൂഷനിലേക്ക് എത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുമായിരിക്കണം പേഴ്സണൽ മാനേജർ. ക്ലിയർ ആയോ? And the last one, he should be prompt enough to give the feedback in their handling in personal matters whenever necessary in the interest of functioning of the organization and establish personal policies in the organization. ഓർഗനൈസേഷനിൽ അവര് ഒരു ബിസിനസ് ഓർഗനൈസേഷനും അതിൻ്റെതായ റൂൾസ്, റെഗുലേഷൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ തനിക്ക് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ ഫീഡ്ബാക്കുകളൊക്കെ എടുത്ത് അത് ആവശ്യമായിരിക്കും. അതായത് ജോലിക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ വരുമ്പോ അവരുടെയൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ എടുത്ത് അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ അക്യുറേറ്റ് ആയിട്ട് നമ്മൾ അതിനെ പ്രോംപ്റ്റ് ആയിട്ട് അതിന് ആക്ഷൻസ് എടുക്കണം. എന്നുവെച്ചാൽ അവിടെ പോളിസീസ് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ ലംഘിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങൾക്ക് അതീതമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയും നമ്മുടെ പേഴ്സണൽ മാനേജർക്കാണ്. ക്ലിയർ ആയോ? പേഴ്സണൽ മാനേജറുടെ ക്വാളിറ്റീസിലെ മുഴുവൻ നമുക്ക് ഇങ്ങനെ വായിച്ചു പഠിക്കാന്നുള്ളത് അത്ര അറിഞ്ഞിരിക്കണം. നിങ്ങളിതൊക്കെ ഒരാളുടെ കഴിവാണ്. അതിലെ ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രമേ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടാ. He should be capable of creative thinking. പറയുന്നതൊന്ന് അണ്ടർലൈൻ ചെയ്യുമോ? അത്രയും സെന്റൻസുകൾ മാത്രം. ഒരു 6 പോയിന്റ് ഞാൻ അണ്ടർലൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. 6 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ വേഗം. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ കേട്ടാ. അതുകൊണ്ട് പിന്നെ തന്നെയല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ക്ലിയർ അല്ലേ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അടുത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? എളുപ്പമായി തോന്നുന്നുണ്ടോ? ഇത് പറയോ? ഓക്കെ, കൺഫ്യൂഷൻ മാത്രം പറയേണ്ട ഇടയ്ക്ക്. പേര് എന്റെ പേര് എനിക്ക് വായിക്കാൻ പറ്റില്ല. പേരെന്താണ്? എന്താ പറയാ, സെക്കൻഡ് പാർട്ട് ഓഫ് ദ നെയിം ഇങ്ങനെയാണ്, ശ്രീധരൻ. അതിന്റെ ഫസ്റ്റ് പാർട്ട് എങ്ങനെ വായിക്കും? വായിക്കാമോ? അല്ല പറയാമോ? പേര് ശ്രീധരൻ. അതെനിക്ക് മനസ്സിലായിരുന്നു. പേര് പറയുമോ, പ്രൊനൗൺസ് ചെയ്യുമോന്നാണ് ചോദിച്ചത്. ഹൗ ടു പ്രൊനൗൺസ് യുവർ നെയിം പ്ലീസ്? പറയൂ. ശ്രീജിനി എന്നാണ് അല്ലെ? ശ്രീജിനി തന്നെയാണ് വായിച്ചു. പക്ഷെ അത് ജി വന്നപ്പോ നമുക്ക് ജീനെ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ,
ചില പേരുകൾ കാണുമ്പേ നമുക്ക് കേൾക്കാത്ത പേരുകളാണ്, അതൊക്കെ റെയർ നെയിമുകളാണ്. ശ്രീജിനിന്ന് കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ, പേര് മാറ്റിയ അല്ല, അത് ശ്രീധരനായിരുന്നു അവിടെ വേറെ വന്നത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, പേരൊന്ന് കണ്ടപ്പോ ചോദിച്ചത് മാത്രം. റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ക്വാളിറ്റീസ് ഓഫ് ദ പേഴ്സണൽ മാനേജറാണ്. ഒരു പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ഗുണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ എല്ലാ പേഴ്സണൽ മാനേജർക്കും ഉണ്ടായിരിക്കണം. അതായത് എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുന്നതാ. എംപ്ലോയീസ് നമുക്കറിയാം, ഇന്നലെ നമ്മൾ പറഞ്ഞു, ഡൈനാമിക് നേച്ചർ ഉള്ളതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്വഭാവ രീതികൾ പല സമയങ്ങളിൽ കാണിക്കുന്നവരാണ് മനുഷ്യന്മാര്. മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല. അപ്പൊ ഇവരെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഇച്ചിരി ക്ഷമയും സഹനശക്തി വിശ്വാസമൊക്കെ ഉറപ്പിച്ച് മനസ്സിൽ വെച്ചിട്ട് എല്ലാം അറിഞ്ഞു മാത്രം അവരോട് അടുത്ത് ചെന്ന് ഇടപെടുക, കൈകാര്യം ചെയ്യുക. അതല്ല ഇതിൽ പല രീതിയിൽ എങ്ങനെ അവർ റിയാക്ട് ചെയ്യുന്നു നമുക്കറിയില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പേഴ്സണൽ മാനേജറിന്റെ റോളുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ റോളാണ് പുള്ളിക്ക് വഹിക്കാനുള്ളത് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. സോ പേഴ്സണൽ മാനേജറിന്റെ റോളുകളെ ഒറ്റയടിക്കല്ല വിവരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 4. പേഴ്സണൽ മാനേജർക്ക് ഒരു ഓർഗനൈസേഷനിൽ ഉള്ള റോൾ, അദ്ദേഹം വഹിക്കേണ്ട പങ്കുകൾ 4 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പേഴ്സണൽ റോൾ, അതായത് തൊഴിൽപരമായിട്ട് ആ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള റോള്. നെക്സ്റ്റ് വൺ വെൽഫെയർ റോൾ, ക്ഷേമത്തിന്റെ ക്ഷേമം എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ ക്ഷേമം, വെൽഫെയറുമായി ബന്ധപ്പെട്ട റോളുണ്ട്. ക്ലറിക്കൽ റോൾ, ക്ലറിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റോളുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഫയർ ഫൈറ്റിംഗ് റോൾ. ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ തീ കെടുത്തുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതല്ലാണ്ട് ഒരു ഫയർ ഫൈറ്റിംഗ്. എന്താണ് അതെന്ത് തീ അണയ്ക്കല? ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഫോഴ്സുകാരാണ് ഫയർ ഫൈറ്റിംഗിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെ? ഫയർ ഫൈറ്റിംഗ് ചെയ്യുന്നത് ഫയർ ഫോഴ്സ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ എവിടെയെങ്കിലൊക്കെ തീപിടുത്തുണ്ടായി കഴിഞ്ഞാൽ വരുന്ന ടീമാണ് ഫയർ ഫോഴ്സ്. ഫയർ ഫൈറ്റിംഗ് എന്നും നമ്മൾ അവരെ പറയാറുണ്ട്, ഫയർ ഫൈറ്റിംഗ് ഫോഴ്സ് എന്നും പറയാറുണ്ട്. ഇവിടെ അങ്ങനെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും പോയിട്ട് തീരുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. മറ്റൊരു തീയുണ്ട്, ആളിപ്പടരുന്ന മറ്റൊരു തീ. അതെന്താ? എംപ്ലോയീസ് തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ തീയാണ്. ആ സമയത്ത് ഉണ്ടാകേണ്ട ചില റോളുണ്ട്. മനസ്സിലായോ? തീ അങ്ങനെ 2 രീതിയിലുണ്ട്. ഒന്ന് മനുഷ്യന്മാരുടെ മനസ്സുകൾ കൊണ്ടൊക്കെ ചേരാട്ടൊക്കെ വരുമ്പോ പുറപ്പെടുന്ന ഒരു തീയുണ്ട്. അതല്ലാതെ ഫിസിക്കലായിട്ട് ശരിയായിട്ടുള്ള തീ കൊടുത്തുണ്ട്, അത് തീ തന്നെ. ചിലപ്പോ എന്തെങ്കിലും വയർ ഷോർട്ടായിട്ട് സ്പാർക്കിങ്ങിലൂടെ ഉണ്ടാകുന്നത് ഇവിടുത്താകാം. അശ്രദ്ധമായിട്ടുള്ള കെയർലെസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെങ്കിലും തീയോ തീക്കുട്ടിയോ ഒക്കെ എവിടെയെങ്കിലും പൊട്ടി വെച്ചിട്ടിട്ട് അതിൽ ഉണ്ടാകുന്ന തീയാകാം. പക്ഷെ ആ തീയല്ല, ഇവിടുത്തെ ഫയർ ഫൈറ്റിംഗ് വേറെയാണ്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പൊ എന്തൊക്കെയാണ് ഒരു പേഴ്സണൽ മാനേജറിന്റെ റോൾസ് എന്ന്? അതിലൊന്നാമത്തെ പേഴ്സണൽ റോൾ, 2 വെൽഫെയർ റോൾ, 3 ക്ലറിക്കൽ റോൾ, ആൻഡ് 4 ഫയർ ഫൈറ്റിംഗ്. അപ്പൊ ഏതൊക്കെ റോളുകളാണ് പേഴ്സണൽ മാനേജർക്ക് ഉള്ളത് എന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഈ 4 പേരുകൾ ഓർത്തിരിക്കുക. ഏതൊക്കെയാ? പേഴ്സണൽ സ്പെല്ലിംഗ് ഓർക്കണേ, PERSONNEL കേട്ടോ. തൊഴിൽപരമായിട്ടുള്ള റോള്, വെൽഫെയർ റോള്, അതുപോലെ തന്നെ ക്ലറിക്കൽ റോള്, ഫയർ ഫൈറ്റിംഗ് റോൾ. ഇനി ഈ പേഴ്സണൽ റോളിൽ എന്തൊക്കെയാണ് വരിക? പേഴ്സണൽ എന്ന് വെച്ചാൽ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടത്. ഒന്നാമത്തേത് അഡ്വൈസിംഗ് ദ മാനേജ്മെന്റ് ഓൺ ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്യുക. എന്തുമായി ബന്ധപ്പെട്ട്? അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ നമുക്ക് എങ്ങനെ പരമാവധി ഉപയോഗിക്കാം. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പൊ ഇവിടെ കുറെ എന്താ പറയാ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെ? ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്. ഈ ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് നമ്മൾ ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ഒരു പേഴ്സണൽ മാനേജറിനെ എടുത്തിട്ടുണ്ട് വിചാരിക്കുക. ഈ പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും മാക്സിമം ഉപയോഗപ്പെടുത്തുക. കുറെ പേരൊക്കെ അവിടെ എന്താ പറയാ അവരുടെ ജോലി കഴിഞ്ഞു അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നു, അല്ലെ? അവർ ഇഫക്റ്റീവ് ആയിട്ട് അവരുടെ ജോലികൾ തീർത്തിട്ട് വീണ്ടും കുറെ ലിഷർ ടൈം ഉണ്ട്. ആ ലിഷർ ടൈമിലും നമ്മൾ പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ജോലി ചെയ്യുന്നു. പക്ഷെ ആ ഒരു സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ ഫ്രാക്ഷൻ ഓഫ് ടൈം മാത്രം എടുത്ത് അവരുടെ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു. ആൻഡ് കൂടുതൽ സമയം അവർക്ക് എന്താ പറയാ വെറുതെ ഇരിക്കുന്ന കുറച്ച് സമയമുണ്ട്. സോ ഹൗ ക്യാൻ ബി യൂസ്ഡ്? ആ ലിഷർ ടൈം ടീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അങ്ങനെ ഇതിപ്പോ ടീച്ചറുടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും മാക്സിമം എങ്ങനെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സുകളെ ഉപയോഗപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച ഒരു അഡ്വൈസ് ആർക്ക് കൊടുക്കുക? ടോപ്പ് മാനേജ്മെന്റിന് കൊടുക്കുക. കാരണം അവര് നേരിട്ട് എപ്പോഴും വന്ന് മാനേജ്മെന്റ് വന്ന് നമ്മള് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ, എല്ലാവരും നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കാൻ പോകുന്നില്ല. അപ്പൊ ആ പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവരെ അറിയിക്കുക. അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും പണി കൊടുത്തോട്ടെ, ആ പണിയൊക്കെ ചെയ്യട്ടെ. അപ്പൊ നല്ല സമയങ്ങള് അങ്ങനെ വെറുതെ പാഴാക്കി കളയാതെ അതുകൂടി മാക്സിമം യൂസ്ഫുൾ ആകുന്ന രീതിയിലാക്കട്ടെ.
അത് പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ് പേഴ്സണൽ മാനേജർ? ഒരു അഡ്വൈസറി കമ്മിറ്റി പോലെ പ്രവർത്തിക്കുകയാണ്. എങ്ങനെ, എന്താണ് അഡ്വൈസ് ചെയ്യുന്നത്? അഡ്വൈസിങ് ദ മാനേജ്മെന്റ് ഓൺ ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സുകളെ മാക്സിമം എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ച് അഡ്വൈസ്, ഉപദേശം മാനേജ്മെന്റിലേക്ക് അറിയിക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ റോളില് ഒന്നാമതായിട്ട് നമ്മുടെ പേഴ്സണൽ മാനേജർക്ക് ഉള്ളത്. മനസ്സിലായോ? എന്താണ് മനസ്സിലായോ എല്ലാവർക്കും? സെക്കൻഡ് വൺ മാൻ പവർ പ്ലാനിങ് ആണ്. മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യുക. അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ സെലക്ഷൻ, റിട്ടയർമെന്റ് വരെയുള്ള എല്ലാ കാര്യവും മാൻ പവറിനെ പ്ലാൻ ചെയ്യുക. മാൻ പവർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. റിക്രൂട്ട്മെന്റ് സംബന്ധിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇന്റർവ്യൂവിനെ കുറിച്ചായിക്കോട്ടെ, റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, എല്ലാം മൊത്തത്തിൽ പ്ലാൻ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സിന്റെ. അത് ആളുടെ എന്താണ് പേഴ്സണൽ മാനേജറുടെ ഒരു പേഴ്സണൽ റോളാണ് മാൻ പവർ പ്ലാൻ. ക്ലിയർ? ഇനി ഈ മാൻ പവറിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? ഫ്രം ടൈം ടു ടൈം ദേ ഷുഡ് ബി ഗിവൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി ഇവർക്ക് വേണ്ട ആവശ്യപ്പെട്ട ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും അതുപോലെ തന്നെ ലൈൻ മാനേജേഴ്സിനൊക്കെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും വരുന്നത് പേഴ്സണൽ റോളിൽ തന്നെയാണ്. Next one, measurement or assessment of individual and group behavior. ഇനി ഉള്ള ഇൻഡിവിജ്വൽസിന്റെ, അതായത് എംപ്ലോയീസിന്റെ ഒക്കെ എന്ത് ചെയ്യുക? അവരുടെ പെർഫോമൻസ്, അവർ എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അവരുടെ ബിഹേവിയർ, ഇതൊക്കെ അനലൈസ് ചെയ്യുക, അസസ് ചെയ്യുക, മെഷർ ചെയ്യുക. എല്ലാവരും ജോലി ചെയ്യുന്നത്, ഇന്നാള് നന്നായി ജോലി ചെയ്തു, ഇന്നാള് വെറുതെ ഉറപ്പാണ് മര്യാദയൊന്നും ജോലി ചെയ്യുന്നില്ല, എഫക്റ്റീവായിട്ട് സമയം ഉപയോഗിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തുക. അതൊക്കെ കണ്ടെത്തുന്നത് പേഴ്സണൽ മാനേജറാണ്. അപ്പൊ പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളിൽ വരുന്ന 4 കാര്യങ്ങളാണ് ഈ പറഞ്ഞ അഡ്വൈസറി മാനേജ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. അഡ്വൈസിംഗ് ദ മാനേജ്മെന്റ് റിഗാർഡിംഗ് ദ ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സുകളെ പരമാവധി മാക്സിമം നല്ല ഇഫക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന അഡ്വൈസ് കൊടുക്കുക. 2, മാൻ പവർ പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, റിട്ടയർമെന്റ്, ഇവയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിന്റെയും ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക, അതിനുവേണ്ടി സജ്ജീകരണങ്ങൾ ചെയ്യുക. മെഷർമെന്റ് ഓർ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ആയിട്ട് പർട്ടിക്കുലറായിട്ടുള്ള എംപ്ലോയീസിനെയും അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യണം. അല്ലാണ്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എങ്ങനെ ചെയ്തു എന്നുള്ളത് ഇതും പരിശോധിക്കണം. ക്ലിയർ ആയോ? 4 പോയിന്റ് മനസ്സിലായോ? പേഴ്സണൽ റോള് ഈ പെട്ടി അങ്ങനെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എൻട്രി ഇട്ട് വെച്ചേക്കട്ടാ. പെട്ടിന്ന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടെത്തുന്നു. ഇനി വെൽഫെയർ റോൾ, ക്ഷേമത്തിന് വേണ്ടിയുള്ള ചില പങ്കുകളും പേഴ്സണൽ മാനേജർ വഹിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലം. ഓർഗനൈസേഷനിൽ എംപ്ലോയീസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെതായ മൊത്തത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം ഗവേഷണത്തിലൂടെ. മനസ്സിലായി? അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താം. എന്തെങ്കിലും ഉണ്ടോ പ്രശ്നം, എംപ്ലോയീസ് തമ്മിൽ എന്താണ് പ്രശ്നം നടക്കുന്നത്, അതെന്താണെന്നൊക്കെ കണ്ടെത്തുക. അത് റിസർച്ച് ഒക്കെ നടത്തണം. പുള്ളിക്കാരുടെ ഡ്യൂട്ടിയാണത്, പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടിയാണ് റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. ഓർഗനൈസേഷന്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളോ പ്രോബ്ലംസോ കണ്ടെത്തുക, റിസർച്ച് ചെയ്യുക. നെക്സ്റ്റ് വൺ, sometimes he or she have to manage services like canteens and crushes etc. അതായത് ഇനിയും പേഴ്സണൽ മാനേജറിന്റെ മറ്റൊരു വെൽഫെയർ റോളാണ് വെൽഫെയർ ക്ഷേമത്തിന് റോള്. അവിടെ ഉള്ള എംപ്ലോയീസിന് ചില സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവെച്ചു. എന്ത് സേവനങ്ങൾ? ക്യാൻറ്റീൻ എന്നുവെച്ചാൽ മിക്ക ഓർഗനൈസേഷനിലും ഇന്നത്തെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പൊ ആ ക്യാൻറ്റീൻ സർവീസ് ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് എംപ്ലോയീസിന് കുറച്ച് ചീപ്പ് റേറ്റിലൊക്കെ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. എല്ലാ ദിവസവും വെട്ടിപ്പുറത്തി കൊണ്ടുവരാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്താ പറയാ കൊണ്ടുവരാനുള്ള സമയമില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ക്യാൻറ്റീൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക ഓർഗനൈസേഷനിൽ. മാത്രമല്ല ക്രഷേഴ്സ് കേട്ടിട്ടുണ്ടോ? ഇത് നല്ലൊരു വേർഡാണ്. കുഞ്ഞു കൊച്ചുങ്ങളെയൊക്കെ നോക്കുന്ന സ്ഥലമാണ് ഡേ കെയർ എന്ന് പറയുമ്പോൾ അല്ലേ. പക്ഷെ ഡേ കെയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ കുട്ടികളിലൊക്കെയാണ് അല്ലെ. അത് നമ്മൾ പുറത്ത് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ കുട്ടികളെ കൊണ്ടുവന്ന് ആക്കും.
ഇന്നത്തെ ഓർഗനൈസേഷനിൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? അതായത് അവർക്ക് ജോലിക്ക് വരുമ്പോ ആ ജോലിക്ക് വരുന്ന സമയത്ത് കുട്ടികളെ കൊടുത്തപ്പോ ആ കുട്ടികളെല്ലാം അവിടെ തന്നെ അതിനകത്ത് ഇൻസൈഡ് ദ പ്രെമിസസ് ഓഫ് ദ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഇത്തരം ആ ജോലിക്കൊക്കെ വരുന്ന കുട്ടികള് വരുന്ന പാരന്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വേറെ ആരും വീട്ടിലും നോക്കാനില്ല. അപ്പൊ ആ ജോലി വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള സൗകര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ place where the small children are treated or cared. അവരെ മാത്രം സംരക്ഷിക്കുന്ന സ്ഥലം. അതെ, രണ്ട് വയസ്സ് വരെയൊക്കെ അവരെ അങ്ങനെ നോക്കും. ചെറിയ കുട്ടിയായിരുന്നു. സ്കൂളിലേക്കൊക്കെ ആകുമ്പോഴേക്കും അംഗൻവാടിയിലേക്കൊക്കെ പ്രായമാകുമ്പോഴേക്കും അവർ കൊണ്ടുവന്നു. അതല്ലാതെ പിന്നെ ഈ ജോലി കുട്ടിക്ക് വേണ്ടിയൊക്കെ ജോലി ഉപേക്ഷിക്കുന്നത് വളരെ നല്ല എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ഓർഗനൈസേഷൻ അവരെ വിടില്ല. അപ്പൊ അയ്യോ കൊച്ചില്ല അതുകൊണ്ട് പറ്റില്ല സാറേ എനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇൻ ബിറ്റ്വീൻ വേറെ ആരും നമ്മുടെ വീട്ടിലെ കുട്ടീനെ നോക്കാനില്ല. അപ്പൊ ഞാൻ നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞേക്കാൾ ചിലപ്പോൾ അത്തരം എംപ്ലോയീസ് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെയാണ് വളരെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ വിട്ടുകളയാൻ ചിലപ്പോൾ ഓർഗനൈസേഷൻ തയ്യാറാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു എന്താ പറയാ ഒരു പരിഗണന അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ഓർഗനൈസേഷനിൽ ഉണ്ടാക്കാറുണ്ട്. അതാണ് റഷ്യ എന്ന് പറഞ്ഞാൽ കേട്ടോ. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. പിന്നെ ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ആളുകളൊന്ന് സ്വഭാവം നന്നാക്കുന്നതൊന്നുമല്ല. ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സംഘടിപ്പിക്കുക. അത് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആരുടെ എംപ്ലോയീസിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻസും ഒക്കെ. അപ്പൊ ഈ മൂന്നെണ്ണമാണ് നമ്മളുടെ വെൽഫെയർ റോൾ ഓഫ് പേഴ്സണൽ മാനേജറിൽ വരിക. പേഴ്സണൽ മാനേജർക്ക് ക്ഷേമത്തിനുള്ള എന്താ പറയാ റോള് മൂന്നെണ്ണാണ്. റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്, മാനേജിംഗ് ഓർ മെയിൻറ്റെയിനിങ് സർവീസസ് ലൈക്ക് ക്യാന്റീൻസ്, ട്രഷേഴ്സ് എക്സെട്ര, ഗ്രൂപ്പ് ഡൈനാമിക്സ് സച്ച് ആസ് ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്തത് ക്ലറിക്കൽ റോളാണ്. എന്നുവെച്ചാൽ ക്ലർക്കിന്റേതായ ഡ്യൂട്ടീസ്, അതാണ് ക്ലറിക്കൽ റോൾ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ക്ലർക്കിന്റേതായ ചില കാര്യങ്ങൾ പുള്ളി ചെയ്യാനുണ്ട് പേഴ്സണൽ മാനേജർ. എന്ന് വെച്ചാൽ ടൈം കീപ്പിംഗ്. ഫസ്റ്റ് എന്താണ് വരുന്ന ജോലിക്കാരൊക്കെ കൃത്യം സമയത്തിനാണോ തന്നെ? ഇപ്പൊ പഞ്ചിങ് ഒക്കെ ഉണ്ട് അല്ലെ? ഇത്ര സമയത്താണ് പഞ്ച് ചെയ്യുന്നത്, മിനിറ്റ് കൂടെ കുറയാം അല്ലെ? അധികമാകാൻ പാടില്ല. 9:30 എത്ര ഉള്ളൂ? 9:35 വരാൻ പാടില്ല. അപ്പൊ 9:30 അതിന് ഉള്ളില് പഞ്ച് ചെയ്തോളൂ. ലാസ്റ്റ് മിനിറ്റ് 9:30 9:30 ആണെങ്കിൽ ആ 9:30 മുമ്പോ അല്ലെങ്കിൽ ഷാർപ്പ് ആ സമയത്തോ ടൈം പഞ്ച് ചെയ്യാം. അപ്പൊ അവര് കൃത്യമായിട്ട് വരുന്നുണ്ട്. ആ വരുന്ന പോകുന്നതൊക്കെ സമയമൊക്കെ കൃത്യമായി നോട്ട് ചെയ്യുക. അതാണ് ടൈം കീപ്പിംഗ്. പണ്ടൊന്നും ഈ പഞ്ചിങ് ഒന്നും ഉണ്ടായില്ല. ബുക്കിലേക്ക് വന്ന സമയം ഇത്ര, പോകുന്ന സമയം ഇത്ര, ഇല്ലേ? അങ്ങനല്ലേ അല്ലേ ടൈം കീപ്പിംഗ്? അത് എഴുതി തയ്യാറാക്കി ശ്രദ്ധിച്ച് പരിശോധിക്കേണ്ടതൊക്കെ നമ്മുടെ പേഴ്സണൽ മാനേജറാണ്. ഇപ്പൊ എല്ലാ ദിവസവും അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചില എംപ്ലോയീസ് ഇങ്ങനെ വൈകിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ണിൽ പെട്ടുണ്ട്, ശ്രദ്ധയിട്ടുണ്ട്, നോക്കി എല്ലാ ദിവസവും പതിവായിട്ട് ഇതാണുള്ള സമയം 9:30 സമയം, പക്ഷെ 9:45 ഇയാളെത്തുന്നത്. സോ ഇതെന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ നമുക്ക് വാൺ ചെയ്യും. പക്ഷെ അതിനോടൊപ്പം നമ്മൾ ടോപ്പ് മാനേജ്മെന്റിലേക്ക് കാര്യമായിരിക്കണം. കാരണം എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അന്വേഷിക്കാനാണ് പേഴ്സണൽ മാനേജർ പറ്റുന്നത്. ഇവർക്ക് എല്ലാ ദിവസവും ഒന്നും നോക്കാൻ അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യും? അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊക്കെ അവിടേക്ക് എന്ത് ചെയ്യുക? അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തും. ടൈം കീപ്പിംഗ്, സാലറി ആൻഡ് വേജ് ഇൻസെന്റീവ്സ്, അതായത് സാലറി അല്ലെങ്കിൽ വേജസ് അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മളുടെ ഈ പുള്ളിക്കാരനാണ്, നമ്മുടെ പേഴ്സണൽ മാനേജറാണ്. ഓരോ ആളുകൾക്ക് കൊടുക്കേണ്ട വേജസ് എത്രയാണ്, സാലറി എത്രയാണ്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു ഷീറ്റ്, വേജ് ഷീറ്റോ സാലറി ഷീറ്റോ ഒക്കെ തയ്യാറാക്കി വെക്കുക. അത് പ്രകാരം അത് കൊടുത്തോളും. ഇന്ന് എല്ലാവർക്കും ചിലപ്പോ ഒരേ ഡേറ്റിലായിരിക്കില്ല ചില ഓർഗനൈസേഷനിൽ സാലറി കൊടുക്കുക, വിവിധങ്ങളായിട്ടുള്ള ഡേറ്റിലായിരിക്കും. ചിലപ്പോ എല്ലാ മാസവും ഇത്ര, അപ്പൊ അവർക്കൊക്കെ എത്രയൊക്കെ സാലറി കിട്ടണം എന്നുള്ളത് നോട്ടിഫൈ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്, പലതരത്തിലുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള റെക്കോർഡ്, ഇപ്പൊ ചില എംപ്ലോയീസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യമുണ്ട്, അത് നമ്മുടെ റെക്കോർഡായിട്ട് സൂക്ഷിക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ ഇത് ക്ലിനിക്കൽ റോളിൽ വരുന്നുണ്ട്. ലാസ്റ്റ് വൺ ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മനുഷ്യന്മാരെ, അതായത് മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഈ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്നാണ്. അപ്പൊ ഞാൻ എന്താണ് കമ്പ്യൂട്ടറുമായിട്ട് ഇത് നിങ്ങൾക്ക് ജോലി ചെയ്ത് തരുമ്പോ എന്താണ് ഇപ്പൊ ഇതുമായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു
സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു, അപ്പൊ തന്നെ പേഴ്സണൽ മാനേജർ വന്നിട്ട് ആ ഒരു മാൻ മെഷീൻ റിലേഷൻഷിപ്പ് കൃത്യമാക്കി കൊടുക്കുന്ന രീതിയിൽ മെയിൻ്റനൻസ് ഒക്കെ എന്തെങ്കിലും ചെയ്യാനെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാം. ആ ഒരു ക്ലിനിക്കൽ വർക്കും പേഴ്സണൽ മാനേജർ ചെയ്യാനുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? 4 എണ്ണം ഏതൊക്കെയാ? ടൈം കീപ്പിംഗ്, സാലറി ആൻഡ് വേജ് മാനേജ്മെന്റ്, ഇൻസെന്റീവ്സ് മാനേജ്മെന്റ്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. ഇത് ക്ലിനിക്കൽ റോളിലാണ് ഇതെല്ലാം വരുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്താണ്? ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ. നിയമപരമായിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ആണ് ഇനി പറയുന്നത്. എന്താണ് അത്? ആ ഒരു വിഭാഗത്തില് നമ്മുടെ പേഴ്സണൽ മാനേജർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസ്കണ്ടന്റ്മെന്റ്. ഞാനിവിടെ ജോലി ചെയ്യാം, വലിയ തൃപ്തിയൊന്നുമില്ല, എന്തൊക്കെയോ എന്താ പറയാ പ്രശ്നങ്ങളുണ്ട് ഓർഗനൈസേഷനുമായിട്ട്, എനിക്ക് വലിയ തൃപ്തിയൊന്നും ആയിട്ടല്ല, പഠിപ്പിക്കുന്നു, വരുന്നു, കാശ് കൊടുത്ത് പോകുന്നു. പക്ഷെ എവിടേക്കോ ചില പരാതികളോ പരിഭവങ്ങളോ ഒരു അസംതൃപ്തിയായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കാണ്, കംപ്ലൈന്റുകളായിട്ട് ഒരുപാട് പരാതികളുണ്ട്. അതൊന്നും അവർ എന്താ പറയാ സോൾവ് ചെയ്തു തരുന്നില്ല. സോ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ കിടന്ന് എന്തായി മാറും? ഗ്രീവൻസ് കേട്ടോ. അതാണ് അപ്പൊ ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസ്കണ്ടന്റ്മെന്റ്, തൃപ്തിക്കുറവ്, സംതൃപ്തിക്കുറവ്, അതാണ് ഗ്രീവൻസ്. അത് നന്നായി കൈകാര്യം ചെയ്യണം. എംപ്ലോയീസിന് ഇത്തരം തരത്തിലുള്ള എന്തെങ്കിലും ഗ്രീവൻസുകൾ ഉണ്ടോ, എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിൽ ഡിസാറ്റിസ്ഫൈഡ് ആണോ, അവർക്ക് തൃപ്തിക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? അത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തും. പിന്നെ എംപ്ലോയീസ് തമ്മിൽ പരസ്പരം സം ഡിസ്പ്യൂട്ട്സ്, എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാം. കാരണം എല്ലാവരും ഒരേ വീട്ടിൽ നിന്ന് വരുന്നവരല്ലോ, വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളും വിവിധങ്ങളായിട്ടുള്ള പെരുമാറ്റ രീതിയും സ്വഭാവമൊക്കെ ഉള്ളവരാ. അപ്പൊ എന്ത് ചെയ്യും? ചില ആശയങ്ങളിലൊക്കെ ചിലപ്പോ എന്തുണ്ടാകും? എന്താ പറയാ ഡിഫറൻഷിയേഷൻ ഉണ്ടാകും അല്ലെ? എന്റെ ആശയമായിരിക്കും വേറൊരാളുടെ, അപ്പൊ പല തർക്കങ്ങളിലേക്കൊക്കെ പോകും. അതൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. ഇനി ഡിസിപ്ലിനറി ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് they have to follow the disciplinary policy which is formulated by the organization. ബിസിനസ് ഓർഗനൈസേഷൻ എന്താ പറയാ നടപ്പിലാക്കുന്ന ചില ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ട്, അച്ചടക്ക എന്താ പറയാ നിയമങ്ങൾ അല്ലെ? ഇപ്പൊ ഞാനിവിടെ ജോലിക്ക് വരുന്നു, എത്ര മണിക്ക് എനിക്ക് ഇവിടെ കയറേണ്ടത്, എത്ര മണിക്ക് എനിക്ക് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ, ഏതൊക്കെ സമയത്ത് ഞാൻ ഇങ്ങനെ എന്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ ഞാൻ കയറണം. ഇതൊക്കെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്, അച്ചടക്കം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? എല്ലായിടത്തും ഉണ്ട് നമ്മൾ പാലിക്കേണ്ട അച്ചടക്കമൊക്കെ. നമ്മൾ ചെറിയ കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് തുടങ്ങി പഠിച്ചു വന്നിട്ടുണ്ട് അല്ലെ? അതനുസരിച്ചിട്ട് അത് നമ്മുടെ ബിഹേവിയറിൽ അങ്ങനെ വരും. മനസ്സിലായോ? അപ്പൊ ഓർഗനൈസേഷനും ഉണ്ട് എംപ്ലോയീസ് ഹാവ് ടു ഫോളോ സം ഡിസിപ്ലിനറി ആക്ഷൻസ്. ഇങ്ങനെയാണ് 9:00 വരണമെന്ന് പറയുന്നു, ഞാൻ ഇത്രയും മണിക്ക് വരുള്ളൂ, എല്ലാ ദിവസവും 9:15 ഞാൻ വരണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗേൻസ്റ്റ് ദ ഡിസിപ്ലിനറി ആക്ഷൻ. അത് അച്ചടക്ക ലംഘനമാണ്. കാരണം മറ്റുള്ളവർക്ക് എല്ലാവർക്കും 9:30 എന്ന് പറഞ്ഞപ്പോ 9:00 തന്നെ ഇവരിവിടെ എത്തുന്നു, കഷ്ടപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവിടെ എത്തിച്ചേരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരാൾ 9:45 വരുന്നു, നമുക്ക് സഹിക്കുമോ? അറിയിക്കുമോ? സഹിക്കോ? അതെന്താ അവർക്ക് അവരുടെ പ്രത്യേകത? അത് തന്നെ. അപ്പൊ എന്തായി? ആ ആളുടെ പേരിൽ നടപടി എടുത്തോളണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് എന്തിനു നമ്മളിത് ഇങ്ങനെ ഫോളോ ചെയ്യണം? 9:00 വരണമെന്ന് ആളെല്ലാം 9:45 വരെ ആളുകൾ ഞാൻ അങ്ങനെ വരുള്ളൂ. ഡിസിപ്ലിനറി ആക്ഷൻ ആ വൈകി വരുന്ന ആളുടെ നിരക്കെടുത്തില്ല എങ്കിൽ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് കുറെ വേറെ ആൾക്കാർ 9:45 എത്തും ഇല്ലേ? അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതും പേഴ്സണൽ മാനേജറാണ്. ആൻഡ് ലാസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗെയിനിങ്, വിലപേശലാണ്. എന്ത് ബാർഗെയിനിങ് ആ? ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എന്തിന്റെ വിലയായിരിക്കും പേശുന്നത്? വിലപേശുകയാണ്. ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? വിലപേശുക. മൊത്തത്തിൽ എല്ലാവരും കൂടി കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ എംപ്ലോയീസും കൂടി ഒരുമിച്ച് വിലപേശുക. എന്ത് വിലപേശല്? ഓർഗനൈസേഷനിൽ വന്നിട്ട് എന്ത് വിലപേശുന്നത്? നമ്മൾ സാധാരണ മാർക്കറ്റിൽ പോയിട്ട് മീനിന് വിലപേശും അല്ലെ? എന്താ പറയാ മറ്റു പല ഈ ഉത്സവ സീസണിലൊക്കെ ഉത്സവ പാടത്ത് പെരുന്നാൾ സ്ഥലങ്ങളില് വെട്ടിക്കാരുടെ അടുത്ത് പോയി വിലപേശും. ചേട്ടാ അത്രയും കാശൊന്നുമില്ല, വെറുതെ പറയുന്നത് പറഞ്ഞാൽ ഇന്ന അവിടെ വാങ്ങിച്ച് എന്നൊക്കെ പറഞ്ഞ് നുണയൊക്കെ നമ്മൾ പറയും അല്ലെ? ഇവിടെ വിലപേശൽ അതൊന്നുമില്ല. ഇവിടെ വിലപേശൽ റിഗാർഡിംഗ് ദയർ സാലറി, വേജസ് ഓർ അതർ ബെനിഫിറ്റ്സ്. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കൂലിയോ ശമ്പളമോ അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റുകളോ അതിനെ സംബന്ധിച്ച വിലപേശലാണ്. അപ്പൊ ആ വിലപേശലുകളൊക്കെ കേൾക്കേണ്ടതും അതിൽ എന്തെങ്കിലും കോംപ്രമൈസ് എത്തിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ പേഴ്സണൽ മാനേജറാണ്. ക്ലിയർ ആയോ? അപ്പൊ പേഴ്സണൽ മാനേജറുടെ ഫയർ ഫൈറ്റിംഗ് റോളിൽ വരുന്നതാണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, അപ്പൊ ഈ പെട്ടി വരെ നമ്മൾ എടുത്തു തീർത്തിട്ടുണ്ട്. പെട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ വരെ നന്നായിട്ട് വായിച്ച് പഠിക്കാൻ. ഓക്കെ, ശരിയാ.
യെസ് സോ ഓക്കെ അടുത്ത ദിവസം കാണാം ബൈ താങ്ക് യു ഓക്കെ ലവ് യു ഓൾ